തേങ്ങ ചേർക്കാതെ സൂപ്പർ ടേസ്റ്റിയായ ഒരു സാമ്പാർ ഇന്ന് നമുക്കുണ്ടാക്കാം. പാക്കറ്റ് സാമ്പാർ പൊടി ഉപയോഗിക്കാതെയാണ് ഇതുണ്ടാക്കുന്നത്. ആദ്യം തന്നെ അരക്കപ്പ് തോരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ചെറുതായി മുറിച്ച ചേമ്പും 2 കഷ്ണം കായവും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ഗ്ലാസ് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ട് വയ്ക്കാം. അടുത്തതായി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഉലുവ പൊടിയും പിന്നെ 1 സ്പൂൺ കടലപ്പരിപ്പ് വറുത്ത് പൊടിച്ചതും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ 4-5 മിനിറ്റ് വറുത്തെടുക്കണം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് മാറ്റിവെക്കാം. കറിക്ക് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വെള്ളമൊഴിച്ച് പേസ്റ്റ് രൂപത്തിൽ അരപ്പ് തയ്യാറാക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് മുരിങ്ങക്കായും തക്കാളിയും ക്യാരറ്റും മത്തനും വെള്ളരിക്കയും ചെറുതായി മുറിച്ച ചെറിയുള്ളിയും കുറച്ച് വഴുതനങ്ങയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും നീളത്തിൽ കീറിയ 2 പച്ചമുളകും പിന്നെ 1 സ്പൂൺ ഉപ്പും ചേർത്ത് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇളക്കി 10 മിനിറ്റ് വേവിക്കാനായി വയ്ക്കാം. കറിയിലേക്ക് ചേർക്കാനുള്ള വെണ്ടയ്ക്ക ഒരു പാനിൽ എണ്ണയൊഴിച്ച് പ്രത്യേകമായി ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക നേരിട്ട് കറിയിലേക്ക് ചേർത്താൽ അത് കുഴഞ്ഞു പോകും. ഇനി വേവിക്കാനായി വെച്ച പരിപ്പിൻ്റെ കുക്കർ തുറന്നു നോക്കാം. പരിപ്പും ചേമ്പും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അത് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വഴറ്റിയെടുത്ത വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും ഒഴിച്ചു കൊടുക്കാം. ഇത് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി തിളപ്പിക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കി കുറവാണെന്ന് കണ്ടാൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അല്പം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം 3-4 മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 2 വറ്റൽമുളകും കടുകും പൊട്ടിച്ച് അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി തേങ്ങ ചേർക്കാത്ത സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്.